നമ്മൾ വീണ്ടും നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയാണ്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുകയാണ്. അവിടെ പോലീസും ബന്ധുക്കളും തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ മോഹൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നെയ്യാറ്റിൻകരയിൽ സംഘർഷ സാഹചര്യങ്ങളാണ്. ഈ ഗോപൻ സ്വാമി അവിടെ അദ്ദേഹത്തിന്റെ സമാധി വലിയ വിവാദങ്ങൾക്കിട വെച്ചിരുന്നു. അരുൺ മോഹൻ തുടരുന്നുണ്ട്. അരുൺ, എന്താണ് സാഹചര്യം? അവിടെ സംഘർഷ സാഹചര്യങ്ങളാണോ ഇപ്പോഴും? തീർച്ചയായും ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ സമാധി അടുത്ത് ഉണ്ടായിരിക്കുന്നത്. സംഘർഷത്തിന് കാരണമായി പറയുന്നത് ഒരു പരാതിക്കാരുമില്ലാതെ ഏതോ പരാതിക്കാർ ആണ്, പേര് വെക്കാത്ത പരാതിക്കാരാണ് ഇതിന് ഈ നടപടിക്ക് വേണ്ടി പോലീസിലെത്തിയത്. അവരാരാണെന്ന് വെളിപ്പെടണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗത്തെത്തി. അതിൽ ഈ മരിച്ച സ്വാമിയുടെ മക്കളും ചില സംഘടനാ നേതാക്കളുമാണ് പ്രതിഷേധമായി രംഗത്തെത്തിയത്. എന്നാൽ അവിടെ നിന്ന് വെല്ലുവിളിക്കുക വരെ ഉണ്ടായി. ഈ വെല്ലുവിളി ഏറ്റുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ രംഗത്തെത്തിയതോടുകൂടിയാണ് സംഘർഷാവസ്ഥയിലെത്തിയത്. ഇപ്പോൾ പോലീസ് കൂടുതൽ പോലീസിനെ വിന്യസിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമരക്കാരെ പ്രതിഷേധവുമായി എത്തിയവരെ ഇപ്പോൾ പുറത്ത് നിർത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പോലീസിനെ വിന്യസിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഇവിടെ സമാധി പൊളിക്കാനുള്ള നടപടിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിലയുറപ്പിച്ചു നിന്ന് കാര്യ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവർ പറയുന്ന വാദം രണ്ട് ഭാഗങ്ങളുടെയും പരാതികൾ മനസ്സിലാക്കിയതിനു ശേഷം നടപടിയിലേക്ക് പോകണമെന്നാണ് മക്കളുടെ പക്ഷത്ത് നിന്ന് ഉള്ള അഡ്വക്കേറ്റ് പ്രതിനിധികൾ ഉൾപ്പെടെ എത്തി വാദിക്കുന്നത്. എന്തായാലും പോലീസ് ആ ഭാഗം കൂടി കേട്ടിരുന്നാലും എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. ഓക്കെ, പക്ഷേ അതിനപ്പുറം ഈ സാഹചര്യത്തിൽ ഈ കുടുംബത്തിനൊപ്പം നീർന്ന് ഒരു വിഭാഗം ആളുകൾ ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആ തരത്തിലേക്ക് സംഘർഷ രംഗങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ പോലീസിന്റെ നീക്കം എന്തായിരിക്കും? പോലീസ് ഇത് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചാണോ നിൽക്കുന്നത്? തീർച്ചയായും കുടുംബത്തിന്റെ ഭാഗം ചേർന്നുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം എത്തിയിട്ടുള്ളത്. ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ അംഗങ്ങളൊക്കെയും അതിനകത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിലേക്ക് എത്താതെ നോക്കാൻ വേണ്ടി പോലീസ് എത്തുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിലും നേരിയ കയ്യേറ്റ ശ്രമങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിലും പോലീസ് വളരെ ശ്രമകരമായി അതിനെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പോലീസ് ഈ നടപടിയുമായി ആർഡിയുടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ഒരു നിലപാടിലാണ് പോലീസ് ഈ നിമിഷത്തുള്ളത്. വരും മണിക്കൂറിൽ അതിൽ വ്യത്യാസമുണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് സമരക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് ഈ നടപടി പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എന്തായാലും അവിടെ വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങളാണ്. അസാധാരണമായ പ്രതിസന്ധി അവിടെ രൂപപ്പെടുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപകനും പൂജാരിയും ഒക്കെയായിരുന്ന ഗോപൻ സ്വാമിയുടെ മരണമാണ്. അദ്ദേഹത്തെ നാട്ടുകാരെ അറിയിക്കാതെ മക്കൾ സമാധിയിരുത്തി എന്നതാണ് വിവാദം. ഇത് സംബന്ധിച്ച് പരിശോധന വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പോലീസ് ഇടപെടുന്നു. ഒടുവിൽ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള നീക്കം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് തന്നെ കല്ലറ പൊളിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച റവന്യൂ അധികൃതരുടെ അനുമതി കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അരുൺ മോഹൻ, ഇന്ന് തന്നെ കല്ലറ പൊളിക്കുമെന്ന് ഉറപ്പാണോ? ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പങ്കുവയ്ക്കാൻ കഴിയും. ഇന്ന് കല്ലറ പൊളിക്കാനുള്ള നടപടി എന്തായാലും ഡോക്ടർ സംഘം, ഫോറൻസിക് സംഘം ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ആദ്യമായിട്ടുള്ള നടപടിയിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഒരു വെല്ലുവിളിയുടെ ഭാഷ ഉയർന്നു വന്നത്. ഈ പറയുന്ന ആരാണ് പരാതിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രംഗത്ത് തന്നെ പറയണം. ഇത് നമ്മളോട് ചോദിക്കാതെയാണ്, രണ്ട് ഭാഗങ്ങളുടെയും കേൾക്കാതെയാണ്, ഒരു പക്ഷത്തെ മാത്രം കേട്ടുകൊണ്ടാണ് ഈ ഒരു കല്ലറ പൊളിക്കുന്ന അല്ലെങ്കിൽ സമാധിയിടം പൊളിക്കുന്ന ഇടത്തിലേക്ക് എത്തിയത്. ഇത് ഏകപക്ഷീയമായ ഒരു രീതിയാണെന്ന് പറഞ്ഞ് സമരം രംഗത്തെത്തിയതോടുകൂടിയായിരുന്നു സ്ഥിതി അല്പം രൂക്ഷമായത്. ആ വെല്ലുവിളി ഏറ്റുകൊണ്ടുകൊണ്ടായിരുന്നു ചില സമരക്കാർ തങ്ങളാണ് പരാതി നൽകിയത്, ഞങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ രംഗത്തെത്തിയത്. എന്തായാലും ഇവിടെ നിലവിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെ പൊളിച്ച് എടുത്ത് പരിശോധന നടത്തി അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നതെന്നും നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും. പക്ഷേ എന്നാൽ ഇവരുടെ പരാതി ശക്തമാകുന്ന മുറയ്ക്ക് അത് എങ്ങോട്ട് പോകുന്നുള്ളത് കണ്ടറിയാൻ കഴിയുന്നു.
അരുൺമോഹൻ തുറന്നുണ്ട്. അരുൺമോഹൻ, ദൃശ്യങ്ങളിൽ കാണാം അവിടെ വലിയ സംഘർഷമാണ്. നാട്ടുകാരിലെ ഒരു വിഭാഗമാണ് സംഘടിക്കുന്നത്, ബന്ധുക്കളാണോ? എന്താണ് ഈ തരത്തിൽ ഇവരെ നേരിടാൻ പോലീസിന്റെ നയം എന്താണ്? ഹിന്ദുക്കളുടെ വിഷയത്തിൽ മറ്റു വിഭാഗങ്ങൾ ഇടപെടുന്നു. ആ തരത്തിലേക്കൊക്കെ വളരെ വൈകാരികമായ നിലപാടുകളൊക്കെ പലരും സ്വീകരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് പോലീസ് പരിഹാരം കാണുന്നത്? തീർച്ചയായും പോലീസ് ഇരു വിഭാഗങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന വാദം RBI ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ആരും തന്നെ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളായിട്ടോ മക്കളായിട്ടോ ഒരുവിധ ചർച്ച നടത്തിയിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു നടപടിയിലേക്ക് പോകുന്നു എന്ന് പോലും അറിയിച്ചിട്ടില്ല. ഒന്നും അറിയാതെ തങ്ങളുടെ അച്ഛന്റെ സമാധി ഇടത്ത്, അതായത് ഇന്നലെ വരെ വിളക്ക് വെച്ച് പൂജിച്ച സ്ഥലത്ത് അത് പൊളിച്ചു മാറ്റാൻ വരിക എന്നുള്ളത് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, വ്യക്തമായി നൽകുന്നതല്ല, പറ്റില്ല എന്നാണ് അവരിപ്പോൾ വാദിക്കുന്നത്. എന്നാൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു വരുമ്പോൾ ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങൾ സങ്കീർണമാവാൻ സാധ്യതയുണ്ടാവും. എന്തായാലും RDO സ്ഥലത്തുണ്ട്, ഒപ്പം സബ് കളക്ടർ സ്ഥലത്തുണ്ട്. ഇവരുടെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരം ഇനി എന്തുകൊണ്ട് പോകുന്നുള്ളത് വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയൂ. വലിയ സംഘർഷ രംഗങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയെ അവിടെ സമാധിയിരുത്തിയ മക്കൾ എന്നതാണ് ഉയരുന്ന ആക്ഷേപം. അത് സംബന്ധിച്ച് വലിയ പരാതികൾ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലീസ് ഇടപെടുന്നു, കല്ലറ പൊളിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അനുവദിക്കില്ലെന്ന നിലപാടിൽ കുടുംബാംഗങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഇരുവിഭാഗവും നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള വാക്കേറ്റവും സംഘർഷ രംഗങ്ങളും അരങ്ങേറുകയാണ്.